ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ അക്വാപോണിക് സിസ്റ്റമാണ്. ഞാൻ എൻ്റെ ഈ അക്വാപോണിക് സിസ്റ്റം ചെയ്തിട്ട് 5 മാസത്തോളമായി. ഞാനപ്പോൾ ഇതിൻ്റെ വീഡിയോ ആദ്യം ഇട്ടായിരുന്നു. ഇട്ടപ്പോൾ ഇത് ഞാൻ ചെയ്ത തെറ്റാണെന്നും ഇത് എല്ലാം അഴുകിപ്പോകുമെന്നും ഇത് വിജയിക്കത്തില്ലെന്നും ഒരുപാട് പേര് കമൻ്റ് ഇട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ അക്വാപോണിക് സിസ്റ്റം പരാജയപ്പെട്ടിട്ടില്ലെന്നും ഇതിൽ ഞാൻ നട്ടത് എല്ലാം ചീരയാണ്. അതാണ്ട് ചീര പൊങ്ങി നിൽക്കുകയാണ്, നല്ല അടിപൊളിയായിട്ട് ഉയർന്നു നിൽക്കുകയാണ്. ഒപ്പം മുളകാണ് നട്ട, എല്ലാ മുളകും അതേ തന്നെ നിന്ന് പഴുത്ത് നിൽക്കുകയാണ്. ഞാൻ പറിക്കാനെയാണ്. ഇത് വഴുതനയാണ്. 3 വഴുതന നട്ടിരുന്നു. ഈ വഴുതനെ തന്നെ 3 വഴുതനങ്ങ ഉണ്ടായിരുന്നു. ഒന്ന് ഇത്, രണ്ടാമത് ഇവിടെ നിന്ന് ഒരെണ്ണം ഇന്ന് പറിച്ചായിരുന്നു, ഒരെണ്ണം അതിൻ്റെ മുകളിൽ 3. ഇത് അടുത്ത വേറെ രണ്ടാമത് നിൽക്കുന്ന വഴുതനയിലുണ്ടായതാണ്. ഇതിൻ്റെ ഇപ്പുറത്ത് അടുത്ത വഴുതനയാണ് നിൽക്കുന്നത്. പക്ഷേ അത് കായായില്ല, പൂത്ത് തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ ഇത് 2 കാന്താരിയാണ്. കാന്താരി നിറച്ച് കാന്താരിയാണ്. എൻ്റെ ഈ വഴുതനയിൽ ഉണ്ടായ പൂവ് എല്ലാം കായായിരുന്നെങ്കിൽ ഒരു 10-15ഓളം വഴുതനങ്ങ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ അതിൽ പിടിച്ചത് 3 വഴുതനങ്ങ മാത്രമേ അതിൽ പിടിച്ചുള്ളായിരുന്നു. ആ ഒരെണ്ണത്തിൽ ഒരെണ്ണമാണ് പറിച്ചത്. ഇത് ഏറ്റവും ആദ്യം ഉണ്ടായതാണ്. അത് അവിടെ നിർത്തി, വിത്തിന് വേണ്ടിയാണ് അത് നിർത്തിയിരിക്കുന്നത്. എൻ്റെ ഈ അക്വാപോണിക്കിൽ ഈ കിളുത്ത് കിടക്കുന്ന ഇത് പനിക്കുറുക്കയാണ്. ഇത് നല്ലതായിട്ട് കിളുത്ത് മറിഞ്ഞ് കിടക്കുന്നത്. അതിൻ്റെ അങ്ങേ അറ്റത്ത് ആറി നിൽക്കുന്ന ഇത് ആലാണ്. ഞാൻ നട്ടിരിക്കുന്നത് അതെനിക്ക് ബോൺസായി ആയിട്ട് വളർത്താൻ വേണ്ടിയാണ് ഞാൻ ആല് ഈ അക്വാപോണിക്ക് നട്ടിരിക്കുന്നത്. പിന്നെ ഇത് ഒരുപാട് പേര് ഇതിനെ വിമർശിച്ചത് ഇതിനകത്ത് ഡയറക്റ്റ് നമ്മൾ വെള്ളം വീഴുന്നത് കൊണ്ട് ഇതിന് ബയോ ഫിൽട്ടർ ഇല്ല എന്നും ഇത് പരാജയപ്പെടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അക്വാപോണിക് സിസ്റ്റം ആദ്യം തുടങ്ങിയപ്പോൾ ആരും ഈ ഫിൽട്ടർ സിസ്റ്റം ഒന്നും ഇല്ലാതെയാണ് എല്ലാവരും ചെയ്തത്. എല്ലാവരും ഡയറക്റ്റ് മിറ്റിലേക്കാണ് വെള്ളം ഒഴിച്ചിരുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഡയറക്റ്റ് മിറ്റിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അഴുക്ക് കിടക്കുന്ന കാരണം ഒരു പ്രാവശ്യം നമുക്കിത് കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം കൃഷി ചെയ്യണമെങ്കിൽ ഈ ബെഡ് മൊത്തം ക്ലീൻ ചെയ്തിട്ടേ വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു പ്രാവശ്യത്തെ കൃഷി ഏകദേശം ഒരു 4-5 മാസത്തിൽ കൂടുതലാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് അഴുക്ക് കൂടുതൽ കെട്ടി അളഞ്ഞ് ഇതിനകത്തെ വേരുകൾ അഴുകി പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതെല്ലാവരും ഇത് പരാജയപ്പെടുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ എൻ്റെ ഇതുവരെ എനിക്ക് പരാജയപ്പെട്ടിട്ടില്ല. ഈ ഫിൽറ്റർ ഒന്നും ഉപയോഗിച്ചിട്ടല്ല, ഡയറക്റ്റ് ഇതിൽ തന്നെ ബെഡിൽ തന്നെയാണ് ഇതിൽ എല്ലാ അഴുക്കും വിട്ടിരിക്കുന്നത്. എനിക്ക് ടാങ്കിലാണെങ്കിൽ അഴുക്കും വലുതായിട്ടില്ല. ടാങ്കെല്ലാം നല്ല ക്ലീനാണ്. എൻ്റെ ഈ ബെഡിൽ ഞാൻ 3/4 ഇഞ്ച് മെറ്റിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു വഴിയാണ് ഈ കിളത്ത് നിൽക്കുന്നത്. ഇത് നമ്മുടെ നേരെ പിരിയമുളക് പോലത്തെ നീളം മുളകാണ്. അതാണ് കിളത്തിക്കുന്നത്. എല്ലാം പഴുത്ത് നിൽക്കുകയാണ്. ഞാൻ പറിക്കാഞ്ഞതാണ്. അത് ചീരയാണത്. ഇത് കാന്താരിയാണ് ഈ നിൽക്കുന്ന മൊത്തം. എല്ലാം നമ്മൾ ഡയറക്റ്റ് നമ്മൾ വെള്ളം 3/4 ഇഞ്ച് മെറ്റിലേക്കാണ്. ഓയിലിൻ്റെ ചെറിയ ഇതാണ് വീപ്പ, ചെറിയ നമ്മുടെ ബക്കറ്റ് പോലത്തെ ഓയിലിൻ്റെ വീപ്പയാണ് ഇതെല്ലാം. ചെറിയ ബക്കറ്റാണ്. വെള്ളം എല്ലാം വെള്ളം നമ്മുടെ ഒരു പാത്തി പോലത്തെ ഒരു ഇതിലേക്ക് ഇട്ട് അതുവഴി ഒരു സൈഡിലേക്കാണ് വെള്ളം മൊത്തം ഞാൻ വിട്ടിരിക്കുന്നത്. അത് ഈ സൈഡിൽ ഒരു സൈഡിൽ വെള്ളം വീഴുന്നതുകൊണ്ട് ഈ അഴുക്കൾ മൊത്തം ഇവിടുന്ന് തള്ളി ഇങ്ങേ സൈഡിലോട്ട് പോവുകയും ഇവിടെ മോട്ടർ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ മോട്ടർ ഇട്ടിരിക്കുന്നത്. ഈ മോട്ടർ വഴി അഴുക്കെല്ലാം വലിച്ച് ബെഡിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഉണ്ടായി നിൽക്കുന്ന വഴുതനങ്ങയാണ്. ഒരെണ്ണം ഇന്ന് രാവിലെ പറിക്കുകയോ ചെയ്തു. അമ്മയോട് പറഞ്ഞില്ലായിരുന്നു പറിക്കരുത്. അമ്മ അത് കയറി പറിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ ഈ അക്വാപോണിക് സിസ്റ്റത്തിൽ ടൈമർ ഉപയോഗിച്ചാണ് ഞാൻ മോട്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 24 അവർ ഞാനിത് മോട്ടർ ഓണാക്കി ഇട്ടാക്കുകയല്ല. ഞാനാണെങ്കിൽ ഇതിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അങ്ങനെ 1-2 മണിക്കൂർ വെച്ച് മാത്രമേ ഞാനിത് മോട്ടർ ഓണാക്കുന്നുള്ളൂ. ഇത് 24 അവർ ഞാനിതിൻ്റെ മോട്ടർ വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല. പക്ഷേ ബയോ ഫിൽറ്ററും മറ്റും ചെയ്യുന്നവരെല്ലാം 24 അവറാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇതുവരെ എൻ്റെ ഈ നട്ടിരിക്കുന്ന മുളകോ വഴുതനയോ ചീരയോ കത്താർവാഴയും പനിക്കുറുക്കയും ആലും ഒന്നുപോലും എൻ്റെ ഇതിനകത്ത് ഞാൻ നട്ടിരുന്ന ഒന്നുപോലും അഴുകിപ്പോട്ടില്ല. ഇതിനകത്ത് ഞാൻ വേപ്പ് നട്ടിട്ടുണ്ട്. വേപ്പല്ല, കരിയാപ്പ് നട്ടിട്ടുണ്ട്. പക്ഷേ കരിയാപ്പൊന്നും നല്ലതായിട്ട് വളർന്നില്ല.
ബാക്കി ഒന്നിനും എൻ്റെ നട്ടത് ഒന്നുപോലും എൻ്റെ പരാജയമല്ല. എല്ലാം നല്ലതായിട്ട് കിളിർക്കുകയും ചെയ്ത് നല്ലതായിട്ട് കായും ഉണ്ടായിട്ടുണ്ട്. എല്ലാം കായും ഉണ്ടായിട്ടുണ്ട്. നല്ലതായിട്ടാണ് കിളിർത്ത് നിൽക്കുന്നത് എൻ്റെ എല്ലാം. ഈ കിളിർത്ത് നിൽക്കുന്ന ആലാണ്. ആല് നമുക്ക് ബോൺസായിക്ക് വേണ്ടിയാണ് ആല് നട്ട് പിടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഈ കയറിട്ടേക്കുന്ന നേരത്തെ എനിക്ക് പയറുണ്ടായിരുന്നു. പയർ കയറ്റിയിട്ടുണ്ടായി. പയറുണ്ടാവുകയും ചെയ്തു. അതിനുശേഷം പയർ ഞാൻ പിഴുത് കളഞ്ഞാണ്. ഇനി ഇടയ്ക്ക് നമ്മുടെ ഈ പൈപ്പിൽ ഇതിൻ്റെ വേര് ഇറങ്ങി ബ്ലോക്ക് ആകുന്നുണ്ട്. അത് നമ്മൾ എന്തെങ്കിലും ഈർക്കിലോ മറ്റെന്തെങ്കിലും ഇട്ട് അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ തടസ്സം ഒഴിവാക്കി വിടുന്നുണ്ട്. എനിക്കിപ്പോൾ അടുത്ത പ്രാവശ്യം ഇത് ബെഡ് ക്ലീൻ ചെയ്യാതെ എനിക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. മറ്റേ ബയോ ഫിൽറ്റർ ഫിൽറ്റർ ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ 1, 2, 3, 5 പ്രാവശ്യം വേണമെങ്കിൽ കൃഷി ചെയ്യാം. ഇതങ്ങ് പിഴുത് കളഞ്ഞാൽ മതി. ഇതിനകത്ത് അഴുക്ക് വന്നടിയാത്തതുകൊണ്ട് നമുക്ക് ഈ 3/4 മിനിറ്റിൽ ഈ ബെഡ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യണം എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുകൊണ്ട് പരാജയപ്പെടത്തില്ല. എനിക്കേതായാലും പരാജയപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ആയിരുന്നു നമ്മുടെ നാട്ടിൽ ആദ്യം എല്ലാവരും അക്വാപോണിക് സിസ്റ്റം ചെയ്തത്. പിന്നീടാണ് ഇപ്പോഴത്തെ ഈ ഫിൽറ്ററിലേക്കും ബെൽ സൈഫൺ സിസ്റ്റം അങ്ങനെ ഒരുപാട് മാറ്റങ്ങളിലേക്ക് എല്ലാവരും പോയിരിക്കുന്നത്.